നടൻ മമ്മൂട്ടിയുടെ വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയുണ്ടായ വിവാദത്തെയും തുടർന്ന് നടന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും ആദ്യമായി പ്രതികരിച്ച് മന്ത്രിയും നടനും ഗണേഷ് കുമാർ. വയനാട് ടൗൺഷിപ്പിൽ വെച്ച് CPM ജില്ലാ സെക്രട്ടറി റഫീഖിനോട് മമ്മൂട്ടി അതിർത്തി പ്രകടിപ്പിച്ച സംഭവം നേരത്തെ വിവാദമായിരുന്നു. ഒരാളുടെ വായിൽ നിന്നും ഒരു മിസ്റ്റേക്ക് വീണാൽ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് ഗണേഷ് കുമാർ പറയുന്നു. കടുംപിടുത്തക്കാരനായ മമ്മൂക്ക എന്നൊക്കെ പറയുന്നുവെങ്കിലും അങ്ങോട്ട് പേടിപ്പിച്ചാൽ പേടിയാണെന്നും പാവമാണെന്നും മന്ത്രി പറയുന്നു. മമ്മൂട്ടിക്കെതിരെ നടന്ന സൈബർ അറ്റാക്ക് അനാവശ്യമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ നേച്ചറില്ലേ, അദ്ദേഹത്തിന്റെ നേച്ചർ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. അതൊരു തെറ്റിദ്ധാരണ പരത്തി. അതൊന്നും സാരമില്ല, പോട്ടെ, അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ. മലയാള സിനിമയ്ക്ക് എത്ര വലിയ സംഭാവനകൾ നൽകിയ ആളാണ്. ഒരാളുടെ വായിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വീണാൽ അതിനെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പ്രായമുള്ള ആളാണ്, അദ്ദേഹം മുതിർന്ന ആളാണ്. അദ്ദേഹം അത് പറഞ്ഞു. അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല. അദ്ദേഹം കേരളത്തിന് ഒരുപാട് സംഭാവന നൽകിയ അഭിമാനകരമായ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് അനാവശ്യമായ ചർച്ചകൾ പാടില്ല. അതൊക്കെ അങ്ങ് വിട്ടേക്കുക. അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജില്ലാ സെക്രട്ടറിക്കും ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിനും ഒന്നും സംഭവിക്കില്ല. ജില്ലാ സെക്രട്ടറി അല്ലാതെ ആവുന്നില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ മമ്മൂട്ടിയെയും ഇഷ്ടപ്പെടും. മമ്മൂക്കയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. പുള്ളി മുഖത്ത് നോക്കി ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അത് അത്ര സീരിയസായി എടുക്കേണ്ടതില്ല. ദുഷ്ടലക്ഷ്യത്തോടെ പറയുന്നതല്ല, ദുഷ്ടലാക്കലുമല്ല, വെറുതെ അങ്ങ് പറയുന്നതാണ്. കടന്നപ്പിടുത്തക്കാരാണ് മമ്മൂക്ക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് പിടിപ്പിച്ചാൽ പേടിയാണ്, പാവമാണ്, നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇങ്ങോട്ട് വിരട്ടുന്നതൊക്കെ ചെയ്യുമെങ്കിലും അങ്ങോട്ട് ആരെങ്കിലും വിരട്ടിയാൽ പുള്ളി പേടിച്ചു പോകും. ദുഷ്ടനൊന്നുമല്ല, പാവമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിസ്സാരമായി വിടണം. അല്ലാതെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. ആ വിഷയം സംസാരിക്കേണ്ടതില്ല, ചർച്ച ചെയ്യേണ്ടതില്ല, വിട്ടേക്കുക.